വയനാട് മുണ്ടക്കൈ ചൂരൽമല അട്ടമല പ്രദേശങ്ങളെ തകർത്തെറിഞ്ഞ ഉരുൾപൊട്ടലിൽ സർവവും നഷ്ടപ്പെട്ട ജനങ്ങൾ. ഉറ്റവരും ജീവിതകാലം മുഴുവൻ സ്വരുക്കൂട്ടി വെച്ചതും ഉരുൾപൊട്ടൽ കവർന്നപ്പോൾ നാട് ഞങ്ങളെ ചതിച്ചു എന്ന് മാത്രമാണ് ക്യാമ്പിലുള്ള പലർക്കും പറയാൻ ബാക്കിയുള്ളത്. നാളെ എന്ത് എന്നറിയാതെ ക്യാമ്പിൽ കഴിയുമ്പോഴും ഇപ്പോഴും കണ്ടെത്താനാകാത്ത സഹോദരങ്ങളെയും കാത്തിരിക്കുകയാണ് വയനാട് ജനത. കുത്തിയൊലിച്ചു വന്ന വെള്ളത്തെയും ചെളിയെയും മറികടന്നാണ് പലരും ക്യാമ്പിലെത്തിയത്. രാത്രി 2 മണിയോടെയാണ് വിവരങ്ങൾ അറിഞ്ഞത്. ശബ്ദം കേട്ട് വാതിൽ തുറന്നപ്പോൾ വീട്ടിൽ വെള്ളം കയറി. ഇതോടെ ഇറങ്ങിയോടി. ചെളിയും കല്ലും ഒഴുകി വന്നതോടെ കാലിൽ ഉൾപ്പെടെ പരിക്കേറ്റു. ഒരു വിധത്തിൽ അടുത്ത വീട്ടിൽ അഭയം തേടി. ഈ സമയത്താണ് രണ്ടാമത്തെ ഉരുൾപൊട്ടലുണ്ടാകുന്നതും ദുരന്തം ഇന്ന് കാണുന്ന നിലയിലെത്തിയതും. മരണം മുന്നിൽ കണ്ട അനുഭവം വെപ്രാളത്തോടെയാണ് ദുരിതാശ്വാസ ക്യാമ്പിലെ ആളുകൾ വിവരിക്കുന്നത്. മുണ്ടക്കൈ എന്ന ചെറുപട്ടണം ഇപ്പോഴില്ല. കുത്തിയൊഴുകിയ മലവെള്ളം വ്യാപാര കേന്ദ്രങ്ങളും നിരവധി വീടുകളെയും ഒറ്റ രാത്രി കൊണ്ട് തുടച്ചുമാറ്റി. രാത്രി വൈകി 2 തവണ കാതടിപ്പിക്കുന്ന വലിയ ശബ്ദത്തോടെ അങ്ങകലെ പുഞ്ചിരിമട്ടത്തിൽ നിന്നും മലനിരങ്ങി വന്നതോടെ മുണ്ടക്കൈ എന്ന നാടൊന്നാകെ അതിലൊഴുകിപ്പോയി. പ്രധാന പാതയിൽ നിന്നും 100 അടിയോളം ഉയരത്തിലുള്ള മുസ്ലിം പള്ളിയുടെ 2ാം നിലയുടെ ഉയരത്തിൽ വരെയും വെള്ളവും ചെളിയും വൻമരങ്ങളും എത്തി. അതേസമയം ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണം കൂടി വരികയാണ്. മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത. 240 പേരെ കാണാതായെന്നാണ് അനൌദ്യോഗിക വിവരം. കൂടുതൽ യന്ത്രങ്ങൾ എത്തിച്ചാണ് 3ാം നാളിലെ തിരച്ചിൽ. 15 മണ്ണുമാന്തി യന്ത്രങ്ങൾ ഇന്നലെ രാത്രി മുണ്ടക്കൈയിലെത്തിച്ചു. കൂടുതൽ കട്ടിംഗ് മെഷീനുകൾ, ആംബുലൻസുകളും എത്തിക്കും. 82 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 8302 പേരുണ്ട്. സൈന്യം നിർമ്മിക്കുന്ന ബെയിലി പാലം ഇന്ന് പ്രവർത്തനക്ഷമമാകും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ വയനാട്ടിൽ സർവകക്ഷി യോഗം പുരോഗമിക്കുകയാണ്. വയനാടിന് പുറമെ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചു. കോട്ടയം ജില്ലയിൽ മീനച്ചിൽ, കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. ഇടുക്കി മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഴ കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു.